സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഈ ഇസബല്ലയാണെങ്കിൽ തന്ത്രപരമായിട്ട് നന്ദനെ ഒരു ഹോട്ടലിൽ എത്തിക്കുന്നുണ്ട്. ഇസബല്ല ഒരു റൂം ബുക്ക് ചെയ്യണോടത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ വല്ല ഒരു റൂം ബുക്ക് ചെയ്തേക്കണേ, 2 റൂം വേണമെന്ന് പറയുമ്പം അതെന്തിനാ നന്ദ, ഒരു റൂം പോരെ. നേരം നന്ദൻ പറയുന്നുണ്ട്, പറ്റില്ല, 2 റൂം തന്നെ വേണം സാറേ, ഇവിടെ വേറെ റൂമില്ലേന്ന് ചോദിക്കുമ്പോൾ റൂമൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട്. ഇസബല്ലയ്ക്കാണെങ്കിലും എന്തോ ഒരു കള്ളത്തരം പോലെ മുഖമൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എങ്ങനെയെങ്കിലും ഈ നന്ദൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇസബല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റൂമിലൊക്കെ താമസിച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ടും നന്ദനായിട്ട് അടുത്തിടപഴകാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ദേവികയെ നന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഇസബല്ലയ്ക്ക് നന്ദൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഇസബല്ല ഒരു റൂം മതിയെന്ന് വാശി പിടിച്ചത്. പക്ഷേ നന്ദൻ ഇസബല്ലയുടെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് വേറെ റൂം വേണമെന്ന് നിർബന്ധം പറയുന്നതോടുകൂടി വേറെ റൂം എടുത്ത് നന്ദൻ ആ റൂമിലോട്ട് പോകുന്നുണ്ട്. ആ സമയം ഇസബല്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും നന്ദനോട് പിന്നീട് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി ഫ്രഷ് ആവ്, ഞാനും പോയി ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് ഇസബല്ലയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നന്ദുവിനെ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം വെച്ചാൽ അത് വേറൊന്നിനുമല്ല, എനിക്ക് ആ ഫയൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലാതെ എൻ്റെ ഭർത്താവ് എൻ്റെ കൈ വിട്ടു പോവാലോ എന്നുള്ള വിഷമോ സങ്കടമൊന്നും ഇപ്പം എനിക്കില്ല. അതൊക്കെ ഉണ്ടായിരുന്നത് പഴയ ദേവികയ്ക്ക്, ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സങ്കടവും ഇല്ല. അതുകൊണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് എനിക്ക് നന്ദുവിനെ കണ്ടുപിടിച്ചു തരണം. അന്നേരം ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അവൻ എവിടെയാണെന്ന് വിചാരിച്ചാൽ മോളെ, എന്തായാലും അമ്മയ്ക്ക് അറിയാതിരിക്കില്ല, നന്ദുവിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ സത്യങ്ങൾ മനസ്സിലാക്കാച്ചാന്ന് പറഞ്ഞിട്ട് ഈ സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭ, ഞാൻ ചോദിക്കണതിന് നീ സത്യം പറയണം, നന്ദൻ എവിടെയാ. ആ നേരം പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞ സിദ്ധു, എനിക്കറിയില്ല നന്ദൻ എവിടെയാന്ന്. നന്ദൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വിളിച്ചു നോക്കിയിട്ട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും ഇസബല്ലയും ആ ഹോട്ടലിലേക്ക് പോയപ്പം അവിടെ ഒരു ആളിരുന്നിട്ട് ഈ നന്ദനെ കാണുന്നുമുണ്ട്, അയാൾക്ക് നന്ദനെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവൻ സിദ്ധാർത്ഥൻ്റെ മകൻ നന്ദനാണല്ലോ, ഇവൻ്റെ ഭാര്യ ദേവിക MLA അല്ലേ, പിന്നെ ഈ കൂടെയുള്ള പെണ്ണ് ഏതാ, എന്തോ ഒരു അപകടം മണക്കുന്നുണ്ടല്ലോ. എന്തായാലും നാളെ പത്രത്തിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാർത്തയാണ് MLAയുടെ ഭർത്താവിൻ്റെ അവിഹിതം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ശാരികയാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ ടെൻഷനായിട്ട് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും, എന്താ ശാരി, എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുമ്പം, ചേച്ചി എന്ത് ചോദ്യമാണ് ചേച്ചി എന്നോട് ചോദിക്കണേ, ഞാൻ ചേച്ചിയോടല്ലേ ഈ ചോദ്യം ചോദിക്കണ്ടേ, നന്ദേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ല ശാരി, അന്നേരം കിട്ടിയ വിവരം മാത്രമേ ഉള്ളൂ, നന്ദു ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ, എന്തായാലും ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നന്ദേട്ടനെ എവിടെയെങ്കിലും വെച്ച് കണ്ടവരുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ചേച്ചി ഇനി മടിച്ച് നിൽക്കാണ്ട് ഇപ്പം തന്നെ നന്ദേട്ടൻ്റെ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വിവരങ്ങളും ഇടുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് സമയം കൂടി ഞാൻ നോക്കാം, ഞാൻ ഒന്നും കൂടി അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കട്ടെ, അവരെന്താ പറയണതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, ഇനിയും ചേച്ചി മറ്റുള്ളവരുടെ അനുവാദത്തിന് നിൽക്കാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പഠിക്കുക, ഇല്ലെങ്കിൽ അത് ചേച്ചിയുടെ വലിയ പരാജയമായിരിക്കും കേട്ടോ എന്ന് പറയുമ്പം, അതല്ല ശാരിക, എന്തായാലും അച്ഛനോട് എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു കാര്യം അച്ഛനോട് ചോദിക്കാതെ ചെയ്തതിൻ്റെ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് മുഴുവൻ, അതുകൊണ്ട് ഞാനിത് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഇപ്പം തന്നെ ഞാൻ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ വെച്ചിട്ട് താഴേക്ക് ചെല്ലുന്നുണ്ട്. താഴെ ചെന്നതും സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇതുവരെ നന്ദൻ എവിടെയാണെന്നുള്ളതിന് ഒരു വിവരവും കിട്ടിയിട്ടില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് നന്ദു എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, അതുമാത്രമല്ല എനിക്ക് ആ ഫയൽ എൻ്റെ കയ്യിലോട്ട് കിട്ടണം, അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഷാരി പറയണത് സോഷ്യൽ മീഡിയയിൽ നന്ദുവിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ജനങ്ങളുടെ സഹായം ചോദിക്കാനാ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്ദുവിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അന്നേരം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, അതൊക്കെ ഒരുപാട് പ്രശ്നമാവില്ലേ മോളെ, ആളുകളൊക്കെ അറിഞ്ഞ് നാണക്കേടാവില്ലേ, പിന്നെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ, അതുമാത്രമല്ല മോളൊരു MLA അല്ലേ, MLAയുടെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അത് മോൾക്ക് ദോഷമായിട്ട് വരുമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എന്ത് ദോഷമാച്ചാ, ഇതിലും വലിയ ദോഷം എന്താ ഉണ്ടാവാനുള്ളത്. അന്നേരം ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രഭാവതി ഇത് കേട്ടതും ദേവികയോട് പറയുന്നുണ്ട്, മോൾ ഒരു ദിവസത്തേക്കൊന്ന് ക്ഷമിക്കുക, എങ്ങനെയെങ്കിലും നന്ദുവിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്തായാലും സോഷ്യൽ മീഡിയയിലൊന്നും ഇടണ്ട, അത് വലിയ പ്രശ്നമാവും കേട്ടോ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട്, രജനി നിന്നെ നന്ദനെങ്ങാനും വിളിച്ചേർന്നു എന്ന് ചോദിക്കുമ്പം, ഇല്ല ഗിരി, നന്ദൻ എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അതല്ല
ഇന്നലെ മുതൽ നന്ദനെ കാണാനില്ല. നന്ദൻ ഇസബല്ലയുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇസബല്ലയോ അതാരാന്ന് ചോദിക്കുമ്പം അന്ന് സ്റ്റേഷനിൽ വന്ന് എന്നെ ഒരു പെണ്ണ് ജാമ്യത്തിൽ ഇറക്കിയില്ലേ, അവളാ ഇസബല്ല. അത് നന്ദൻ്റെ ഫ്രണ്ട്. അതിന് നന്ദൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ നന്ദൻ എന്തിനാ പോയേ, നന്ദന് കൂടെ കൊണ്ടുപോകാൻ ദേവികയില്ലേന്ന് ചോദിക്കുമ്പം അതാർക്കും മനസ്സിലാവാത്തത്. ഇന്നലെ മുതൽ നന്ദനെയും ഇസബല്ലയെയും കാണാനില്ല. ആ സമയം രജനി ചോദിക്കുന്നുണ്ട്, ഇവനിത് എന്ത് പറ്റി, ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ആരോടും പറയാതെ ഇസബല്ലയുടെ കൂടെ ഇവൻ എന്തിനാ പോയെ, ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഗിരിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല രജനി. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ദിവസമായി അവിടെ എന്തൊക്കെയോ കിടന്ന് പുകയുന്നുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ അമ്മയും നന്ദനും എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ ഇസബല്ലയും നന്ദനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളീനെയും ഭാർഗവീനെയൊക്കെയാണ്. മുരളിയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട് നന്ദനെ കാണാനില്ല. ദേവിക വിളിച്ചപ്പം ഇസബല്ലയുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമൊന്നും എനിക്ക് പിടികിട്ടണില്ല അമ്മേ. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, അതെങ്ങനെയാ ഇപ്പം അവനക്ക് കമ്പനിയും കൂട്ടുകാരൊക്കെ ആയല്ലോ, നേരത്തെ എന്ത് കാര്യത്തിലും നിന്നോട് ചോദിക്കുമായിരുന്നു, ഇപ്പം നിന്നോട് സംസാരിക്കാൻ പോലും അവനക്ക് താല്പര്യമില്ല. അതവനക്ക് പൈസയും പ്രതാപമൊക്കെ വന്നതിന് ശേഷം പണ്ടത്തെ നന്ദൻ പാവമായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ നന്ദൻ വെറും ദുഷ്ടനാ. അല്ലെങ്കിൽ പിന്നെ ദേവിക മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, ആ ഇസബല്ല ആരാ, അവളെ കാണുമ്പോൾ തന്നെ അറിയാം അവളത്ര ശരിയായ ആളല്ലെന്ന്. പിന്നെ അവൻ എന്തിനാ ആ ഇസബല്ലയുടെ കൂടെ പോയത്. അന്നേരം മുരളി പറയുന്നുണ്ട്, എനിക്കതൊന്നും മനസ്സിലാവണില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദൻ്റെയും പ്രഭാൻ്റിയുടെ ഒക്കെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതുമാത്രമല്ല നന്ദനും പ്രഭാൻ്റിയും നിർബന്ധിച്ചിട്ട് ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തതും. ഇപ്പോഴാണെങ്കിൽ ദേവികയുടെ റൂമിലിരുന്ന ആ ഒരു ഫയൽ കാണുന്നില്ല. ദേവികയുടെ സംശയം അത് നന്ദൻ എടുത്തു എന്ന് തന്നെയാണ്. പക്ഷെ നന്ദനാണെങ്കിൽ അത് അംഗീകരിക്കണമില്ല. ദേവിക ഒരു ദിവസം ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് നന്ദനും പ്രഭാൻ്റിയും കൂടി ആ ഫയലിൻ്റെ കാര്യം പറയണത് ദേവിക വ്യക്തമായിട്ട് കേട്ടതാണ്. എന്നിട്ട് ദേവിക ചോദിച്ചപ്പോഴും നന്ദൻ പറയണത് നന്ദൻ അത് എടുത്തിട്ടില്ല എന്ന് തന്നെ. അതിനുവേണ്ടി ദേവിക കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്ദനെ എടുത്തേക്കണമെങ്കിലും പോലീസ് ഇടപെട്ട് നന്ദൻ്റെ ഇന്ന് ആ ഫയൽ മേടിക്കും. സമയത്ത് ഭാർഗവി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഈ ചന്ദ്രോത്ത് നടക്കണേ, എനിക്കിതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റണില്ല, ഞാൻ എന്തായാലും ചന്ദ്രോത്ത് വരെ ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറയുമ്പം ഗൗരി പറയുന്നുണ്ട്, അമ്മ എന്തായാലും തൽക്കാലം ഇപ്പം അങ്ങോട്ടൊന്നും പോകണ്ട, പ്രഭാൻ്റി ആണല്ലോ എല്ലാത്തിനും കാരണക്കാരി, അതുകൊണ്ട് തന്നെ പ്രഭാൻ്റി എന്ത് പറയാനാന്ന് ചോദിക്കുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട്, പ്രഭക്കുഞ്ഞ് അങ്ങനെ ആവശ്യമില്ലാത്തതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രഭക്കുഞ്ഞിനോടും പറയണമല്ലോ രണ്ടെണ്ണം. എന്തായാലും പ്രഭക്കുഞ്ഞിനോട് ഞാൻ മിണ്ടാതിരിക്കുമൊന്നുമില്ല, നാലെണ്ണം പറഞ്ഞിട്ട് എന്നെ വരുള്ളൂ പറഞ്ഞ് ഭാർഗവി പോകാനിറങ്ങുമ്പം ഗൗരി മുരളിയോട് പറയുന്നുണ്ട്, എനിക്ക് അവരെ ഓർത്തൊന്നും അല്ല വിഷമം, എനിക്ക് ദേവികയുടെ കാര്യം ഓർത്തിട്ടാണ് വിഷമം. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അവൾക്കെന്നും കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചായിട്ടാണ് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടിയത്. അപ്പോഴേക്കും അവൾ MLA ആയി. MLA ആയിട്ടാണെങ്കിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാനും പറ്റിയിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പറയണത് ദേവിക അഴിമതി നടത്തുന്ന MLA ആണ്, അതിന് കാരണക്കാരോ നന്ദനും പ്രഭാൻ്റിയും. ഇനിയിപ്പോൾ ദേവിക ഇതെല്ലാം എങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക മിടിക്കുക, എല്ലാ കാര്യങ്ങളും അവൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും. എന്തായാലും നന്ദനി ചെയ്ത ചതിക്ക് ദേവിക നന്ദനെ വെറുതെ വിടുമെന്നൊന്നും തോന്നണില്ല. ഇതേ സമയത്ത് നമ്മളുടെ ഇസബല്ല ആണെങ്കിൽ ഈ നന്ദൻ വേറെ റൂമെടുത്ത് അതിൽ കിടക്കാൻ പോയതോടുകൂടി ആകെ പണി വാളിയതുപോലെ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നന്ദനുമായിട്ട് എങ്ങനെ അടുക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇസബല്ല നന്ദൻ്റെ റൂമിൻ്റെ ഡോറിൽ ചെന്ന് മുട്ടുന്നുണ്ട്. ആ സമയം നന്ദൻ ഡോറ് തുറന്നിട്ട് എന്താ ബെല്ലാന്ന് വയ്ക്കുമ്പം, അല്ല നീ ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഉറങ്ങാൻ പോവായിരുന്നു, എന്തായാലും നീ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയണു. അങ്ങനെ ഇസബല്ല മനസ്സോടുകൂടി തിരിച്ച് ഇസബല്ലയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇസബല്ല പോയി കഴിഞ്ഞതും നന്ദന് ആകെ ഇങ്ങനെ പെട്ട പോലെ ആവുന്നുണ്ട്. ഇനി എവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഇതിപ്പോൾ ഇസബല്ല മനഃപൂർവ്വം എന്നെ ഹോട്ടലിൽ കൊടുക്കുന്നതാണോ, അതുമാത്രമല്ല ഇസബല്ലയുടെ ചില പെരുമാറ്റങ്ങൾ അത്ര നല്ലതായിട്ട് തോന്നണില്ല. ദേവീനെയും എന്നെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടാണോ ഇസബല്ല നോക്കണേന്ന് സംശയമുണ്ട്. എന്തായാലും ഒരു റൂം എടുത്തതുകൊണ്ട് തന്നെ ഇസബല്ല ഞാനും ഒരു റൂമിൽ കിടക്കണമെന്നായിരിക്കും ഇസബല്ല ആഗ്രഹിച്ചതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ നേരത്താണെങ്കിൽ ഇസബല്ലയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഇസബല്ല മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നന്ദനെ ഞാൻ ഏതവസ്ഥയിലും കൂടെ നിർത്തും, ഒരിക്കലും ഇനി ദേവിക്ക് ഞാൻ നന്ദനെ വിട്ടുകൊടുക്കില്ല, അതിന് എന്ത് കളി കളിക്കേണ്ട വന്നാലും ഞാൻ കളിക്കും, അതിനൊന്നും എനിക്കൊരു മടിയില്ല. ശരിക്കും ഞാൻ നന്ദനെ തേടി വന്നത് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നന്ദനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ദേവികയ്ക്കുള്ളതല്ല നന്ദൻ ഇനി ഇസബല്ലയ്ക്കുള്ളതാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥനെയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പ്രഭേ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിക്കുമ്പം ഇല്ല സിദ്ധു ഒരു വിവരവും ഇല്ല എന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നമ്മളുടെ മോൻ കൈവിട്ട് പോകുകയെന്നാണ് തോന്നണേ പ്രഭേ. ഇനിയും നമ്മളിത് കണ്ടുകൊണ്ട് നിന്നാൽ ശരിയാവില്ല. ദേവികയുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോകും. അവൾ നമ്മളുടെ മുന്നിൽ സ്ട്രോങ് ആയി നിൽക്കണമെന്നുള്ളൂ. ഉള്ളുകൊണ്ട് അവൾ കരയുക. അത് നിനക്ക് മനസ്സിലാവണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ സിദ്ധു ദേവികയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല സിദ്ധു. എനിക്കറിയില്ല നന്ദൻ എവിടെയാണ്. അന്നേരം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് നീയും നന്ദനും ചേർന്ന് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. അതെന്തായാലും ഞങ്ങളോട് തുറന്നു പറ. അതറിഞ്ഞു കഴിഞ്ഞാൽ നന്ദനും ഈസബലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മളുടെ മകനെ രക്ഷിക്കാനും പറ്റും. അതുപോലെ നമ്മളുടെ മകൻ്റെ ജീവിതം തകരാതെ നോക്കാനും പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ തകർന്നു പോകുന്നത് നമ്മളുടെ മകൻ്റെ ജീവിതം മാത്രമല്ല ദേവികയുടെ MLA സ്ഥാനവും നഷ്ടമാകുന്നത്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.